ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ഹോംസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യവും നന്മ നിറഞ്ഞ ഒരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാകാൻ ഈ വർഷം സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു മനോഹരമായ വീട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട പാല റോഡിൽ ഭരണങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളിയുടെ സമീപത്ത് തന്നെ നല്ലൊരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 12 സെൻറ്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് വേണ്ടി വിൽപ്പനയ്ക്കായിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഭരണങ്ങാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വിശുദ്ധ അൽഫോൻസാമ്മയുടെ പള്ളിയും അതുപോലെ തന്നെ ആ ഒരു പുണ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ഭരണങ്ങാനം എന്ന് പറയുന്നത്. ഭരണങ്ങാനം പള്ളിയിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൊരു ദൂരം എന്ന് പറയുന്നത്. 12 സെൻറ്റ് സ്ഥലത്തിൽ വളരെ മനോഹരമായ രീതിയിലുള്ളൊരു വീടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് വളരെ വേഗം ഡെവലപ്മെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ധാരാളം വീടുകളൊക്കെ സമീപ പ്രദേശത്തുണ്ട്. പുതിയത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യമേ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിസരം നിങ്ങൾ നോക്കി എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ പണി തീരുന്ന കൂടെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ലോണിൻ്റെ എല്ലാ വർക്കുകളും നല്ല ഭംഗിയായിട്ട് പുല്ലൊക്കെ തെളിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ്. ശരിക്കും ഈ വീടിന് ഒരുപാട് ഭംഗി കൂട്ടുന്നത് ഈ ഒരു മുറ്റം സ്പേസ് തന്നെയാണ്. എന്തുകൊണ്ടും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു വീട് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് കാർ പോർച്ച് ഏരിയ എന്ന് പറയുന്നത്. വലിപ്പമുള്ള ഇന്നോ പോലെയുള്ള വലിപ്പമുള്ള വാഹനങ്ങൾക്ക് ഇടാവുന്ന രീതിയിലുള്ള കവേർഡായിട്ട് വരുന്ന നല്ലൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാഹനം കയറി വരുന്നതും മുറ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം ഫ്രണ്ട് ഏരിയ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ചെടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാലും നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഏരിയ ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ഒരു ടോപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാനുള്ള സൗകര്യത്തിൽ കൂടി നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് ബബിൾസാണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാലും വളരെ നല്ല രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡിൽ സ്ലൈഡ് ചെയ്യുന്നൊരു ഗേറ്റും അതുപോലെ തന്നെ ഒരു വശത്തേക്ക് തുറക്കാവുന്ന ഒരു GI സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഗേറ്റുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും കേരള സ്റ്റൈൽ നല്ല ഭംഗിയുള്ള എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ്റെ ഭംഗി കൂട്ടാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും അതുപോലെ തന്നെ LED ലൈറ്റുകളും വീടിന് നല്ല രീതിയിൽ ഭംഗി നൽകുന്നു. ഇനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഈ ഒരു ഗ്രാനൈറ്റാണ് ഈ ഒരു ഭാഗത്ത് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സിറ്റ് ഔട്ട്. വളരെ വൈഡായിട്ട് വരുന്നൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങിയിരിക്കാനൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട്. ഇനി വീടിൻ്റെ തടിപ്പണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറും അതുപോലെ ജനൽപ്പാളികളും ഡിസൈനർ ഗ്ലാസ്സാണ് ജനൽപ്പാളികളൊക്കെ കൊടുത്തിട്ട് അത് നല്ലൊരു ഭംഗി തന്നെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല LED ലൈറ്റുകൾ അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു പാനലിംഗ് വർക്കൊക്കെ ഈ വീടിന് ഭംഗി കൊടുത്തതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വീട് വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ നിർമ്മിക്കുന്നവർക്കും വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തെ എലിവേഷനൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു വിചാരിക്കുന്നു. നല്ലൊരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലുള്ള എലിവേഷനുള്ളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും, നല്ല അട്രാക്റ്റീവായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഉൾഭാഗത്തെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ്. നോക്കിയാൽ വളരെ വൈഡായിട്ട് വരുന്ന ഒരു ലിവിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും കൺജസ്റ്റഡ് അല്ല. അതുപോലെ തന്നെ വിശാലമായിട്ടൊരു ഡൈനിങ് ഏരിയയും ഇവിടെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക്, ഫാന്, ലൈറ്റ് എന്നിവയൊക്കെ കൊടുത്ത് വളരെ അറേഞ്ച്മെൻറ്റുകളോട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ വളരെ പ്രൈവസി ആയിട്ട് വളരെ പ്രൈവറ്റ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ ഭംഗിയുള്ള ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു. വാഷിംഗ് ഏരിയയിൽ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്കും വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു പർഗോള ഡിസൈൻ കൊടുത്ത് പുറത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ കിച്ചണാണ്. കിച്ചൺ നോക്കാം. ഉദ്ദേശിച്ചതുപോലെ തന്നെ ഈ ഒരു അടുക്കളയും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഗ്രാനൈറ്റ് ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു വീടിന് വേണ്ട അത്യാവശ്യം നല്ല കബോർഡ് വർക്ക്, ഒരു കിച്ചണ് വേണ്ട എല്ലാ നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വിറകടുപ്പും അതുപോലെ തന്നെ നമുക്ക് അരകലൊക്കെ വെക്കുന്നതിനും അങ്ങനെ ഒരു സ്പേസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നുള്ള എല്ലാ സൗകര്യവും ഈ ഒരു വീട്ടിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുകയാണ്. വാസ്തുശാസ്ത്രപ്രകാരം ശരിക്കും ഈ ഒരു അടുക്കള നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം അത്യാവശ്യം നല്ല ഒതുക്കത്തിൽ നല്ല സൗകര്യത്തിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു അടുക്കള. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിങ്ങളെ ഇവിടുത്തെ ഒരു ബെഡ്റൂം ഒന്ന് കാണിക്കാനാണ്. 12-14 സൈസിലായിട്ടോ ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് ഏരിയ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ നിൽക്കുന്ന കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ചായിട്ട് നല്ലൊരു ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 14-10 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അറ്റാച്ചായിട്ട് ബാത്റൂമുണ്ട്. അതുപോലെ ഇവിടെ നല്ല 3 ലെയർ വരുന്ന നല്ലൊരു കബോർഡ് വർക്ക് ചെയ്തു. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ബെഡ്റൂം. 12 സൈസ് ബെഡ്റൂമാണ്. അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കബോർഡ് വർക്കൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം.
ഈ ഒരു വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നല്ല രീതിയിൽ കുടിവെള്ളം കിട്ടുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കിണറാണ് കുടിവെള്ള സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വില കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 സെൻറ്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു മനോഹര വീട്, ഇത്രയും സൗകര്യമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വിലയിൽ ന്യായമായ കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാവുന്ന നല്ലൊരു വീടാണ്. ഡോക്യുമെൻ്റൊക്കെ ക്ലിയറാണ്. ഈ ഒരു പരിസരത്ത് തന്നെ 3-4 വീടുകൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഈ ഒരു വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ, മിസ്സാക്കരുത്. നല്ലൊരു വീടാണ്, നല്ലൊരു ഡീലാണ്. ഇതുപോലെയുള്ള ലാഭകരമായ മനോഹരമായ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തത്സമയം നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൂടാതെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇതുപോലെയുള്ള മറ്റൊരു മനോഹര വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.